ഹായ് ഓൾ, ക്യൂട്ട് ആസ്പിറൻസിൻ്റെ ഏറ്റവും ഡ്രീമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നമ്മളിപ്പോൾ വേൾഡ് റാങ്കിങ്സ് നോക്കിയാലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് നോക്കിയാലും ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുമാത്രമല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വിവിഡ് വെറൈറ്റി ഓഫ് കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ തന്നെ മെജോറിറ്റി ഓഫ് കോഴ്സസും അവർ CUET UGൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറയുന്ന ഒരു വീഡിയോ ആണ്. സോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ നിങ്ങൾക്ക് BSc കോഴ്സസ്, അതായത് ഹോണേഴ്സ് ഡിഗ്രി ആയിട്ടുള്ള BSc കോഴ്സസ് കിട്ടും. അവിടെ ഇപ്പോൾ ബയോളജി റിലേറ്റഡ് ആണെങ്കിൽ അവിടെ ആന്ത്രോപോളജി ഉണ്ട്, അതേപോലെ തന്നെ ബയോളജിക്കൽ സയൻസസ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ബയോമെഡിക്കൽ സയൻസ് ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇത്രയും ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ അവരതിനു വേണ്ടി സബ്ജക്ട് കോമ്പിനേഷനായിട്ട് പറയുന്നത് ഒന്നെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ഒരു ലാംഗ്വേജുമാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പെക്യുലാരിറ്റിയാണ് ലാംഗ്വേജ് വേണം എന്നുള്ളത്. അപ്പം ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ കൂടെ ലാംഗ്വേജും കൂടിയാണ്. അപ്പോൾ ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി എന്നീ ലാംഗ്വേജാണ് നമ്മുടെ ബയോളജി റിലേറ്റഡ് കോഴ്സസിൽ പറയുന്നത്. ഇനി BSc കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും ഒരു ലാംഗ്വേജുമാണ് അവിടുത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. BSc ഫിസിക്സിലേക്ക് വന്നാലും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും ഒരു ലാംഗ്വേജുമാണ് കണ്ടീഷനായിട്ട് പറയുന്നത്. പോളിമർ സയൻസിലും അത് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ സെക്ഷൻ 1 നിന്നും സെക്ഷൻസ് ഉണ്ടല്ലോ CUETയിൽ, അതിൽ സെക്ഷൻ 1 നിന്നും ഒരു കോഴ്സ് ചൂസ് ചെയ്യണം. പിന്നെ മാത്സും പിന്നെ സെക്ഷൻ 2 നിന്നും മാത്സ് കൂടെ ഉള്ള ബാക്കി 2 സബ്ജക്ട്സ്, മാത്സിൻ്റെ കൂടെ 2 സബ്ജക്ട്സ്, ഇങ്ങനെ വേണം അവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ. ഇലക്ട്രോണിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് വേണം, കെമിസ്ട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പിന്നെ മാത്സും ഒരു ലാംഗ്വേജും. അതാണ് ഇലക്ട്രോണിക്സിൽ BSc ഹോണേഴ്സിന് അവർ നിർബന്ധമായിട്ട് പറയുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷനും ഉണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ. പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, BSc ഫുഡ് ടെക്നോളജി ഉണ്ട്. BSc ഫുഡ് ടെക്നോളജിയിൽ അവർ ഒന്നെങ്കിലല്ല ഫിസിക്സ് കെമിസ്ട്രി വേണം, കൂടെ ബയോളജി അല്ലെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിൻ്റെ കൂടെ ഒരു ലാംഗ്വേജും. ഇതാണ് ഫുഡ് ടെക്നോളജിയിൽ പറയുന്നത്. ജിയോളജിയും അതേ കണ്ടീഷനാണ്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ സെക്ഷൻ 1 നിന്ന് ഒരു സബ്ജക്റ്റ്, പിന്നെ മാത്സ് സെക്ഷൻ 2 നിന്നും, പിന്നെ ബാക്കി 2 സബ്ജക്റ്റും കൂടെ സെക്ഷൻ 2 നിന്ന് ചൂസ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് BTECിൻ്റെ കോഴ്സാണ്. BTECിൻ്റെ കോഴ്സിൽ BTEC ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ളൊരു BTEC കോഴ്സാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ക്യൂറ്റിൻ്റെ കീഴിൽ. അത് സെക്ഷൻ 1 നിന്ന് ഒരു ഇപ്പോൾ ലാംഗ്വേജ് ആണ്, അത് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ മാത്സ്, പിന്നെ സെക്ഷൻ 3 നിന്ന് ജനറൽ ടെസ്റ്റും. അപ്പോൾ ഇത് 3 ശരിക്കും നിങ്ങൾക്ക് BTEC ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ലാംഗ്വേജ് കോഴ്സുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിനുശേഷം ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെ സെക്ഷൻ 1 നിന്നൊരു സബ്ജക്റ്റും സെക്ഷൻ 2 നിന്ന് 3 സബ്ജക്റ്റുമാണ് ശരിക്കും അവർ പറയുന്നത്. ഇത് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ കേസിലും സോഷ്യൽ വർക്കിൻ്റെ കേസിലും സോഷ്യോളജിയുടെ കേസിലും അതേപോലെ മൾട്ടിമീഡിയ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സസിൻ്റെ കേസിലും വരുന്നത്. പിന്നെ വൊക്കേഷണൽ ഡിഗ്രി ഉണ്ട്, അത് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലാണ്. അതിൽ സെക്ഷൻ 1 എന്ന് ഒരെണ്ണം, അതേപോലെ തന്നെ സെക്ഷൻ 2 നിന്ന് 3 എന്നാണ് പറയുന്നത്. ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. വെബ് ഡിസൈനിങ്, BCom ഉണ്ട്. BComൽ അവർ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ സെക്ഷൻ 1 നിന്ന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, സെക്ഷൻ 2 നിന്ന് മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ചൂസ് ചെയ്യാം, സെക്ഷൻ 2 നിന്ന് പിന്നെ വേറെ 2 സബ്ജക്റ്റും കൂടെ ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് അവർ ചൂസ് ചെയ്യാം. അതേപോലെ മൈക്രോബയോളജി, ഇപ്പോൾ മൈക്രോബയോളജി ഒക്കെ പഠിച്ച് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മൈക്രോബയോളജിയിൽ നിന്ന് നമുക്ക് വൈറോളജി പോലെയുള്ള PG കോഴ്സസിലേക്ക് പോകാൻ സാധിക്കും. മൈക്രോബയോളജി ആണെങ്കിൽ ഇതേപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരു ലാംഗ്വേജുമാണ്, ഒരു നോർമൽ സയൻസ് കോഴ്സിൽ പറയുന്ന പോലെ തന്നെയാണ്. അപ്പം ഇവിടുന്ന് കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലാംഗ്വേജിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ ബാക്കി സബ്ജക്ട്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ CUETയിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ സ്കോറൊക്കെ വന്നതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടെ വെബ് പോർട്ടൽ ഓപ്പൺ ആക്കുകയും അവിടെ നിങ്ങൾ CUETൻ്റെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും കൊടുത്ത് അവിടെ രജിസ്ട്രേഷൻ നിങ്ങൾ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതനുസരിച്ച് അവർ റാങ്ക് ലിസ്റ്റ് പുറപ്പെട്ടിട്ടാണ് ശരിക്കും നോർമലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യൂറ്റിന് ശേഷം നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് ബാക്കി അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് CUETUG.NTA.in/universities എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്യൂറ്റിൻ്റെ വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റി സെക്ഷനിൽ ഇതിനെപ്പോലെ കറക്റ്റ് കൊടുക്കേണ്ട സബ്ജക്ട് കോമ്പിനേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സയൻസ് കോഴ്സസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ ബയോളജി ആൻഡ് ഇംഗ്ലീഷ്, ഈ 5 സബ്ജക്ട്സിന് പ്രിഫറൻസ് കൊടുത്ത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും 4 കോമ്പിനേഷൻ അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണം നോക്കാൻ. ഇതേപോലെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ കോഴ്സുകളെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.